ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തെല്ലാമെന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്കും റാഹത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്താഴം മുതൽ നോമ്പ് തുറയുള്ള കുറച്ച് ഭാഗങ്ങളെ വീടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത്താഴത്തിന് എണീക്കുമ്പോൾ 4:30 മണിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് ഇതാ നെയ്പ്പത്തല ഓരോന്നേ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. തലേന്ന് രാത്രി വെക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ അത്താഴത്തിലേക്ക് വേണ്ടിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയെല്ലാം ചൂടാക്കി എടുത്തു. പിന്നെ ഇത് ചായയും വെച്ചു. അപ്പോൾ അൽഹംദുലില്ലാ അന്നത്തെ അത്താഴം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇപ്പം രാവിലെ ഒരു 8:15 കേട്ടോ. 8:15 ഞാൻ എണീച്ചാൽ ഞാൻ ഉറങ്ങില്ല കേട്ടോ. അത്താഴം വെച്ചാൽ പിന്നെ ഞാൻ ഉറങ്ങില്ല. പിന്നെ നിസ്കരിച്ച് പിന്നെ ഊതി പിന്നെ കുറച്ച് സമയം എഡിറ്റെല്ലാക്കി അങ്ങനെ ഇപ്പം 8:15 കേട്ടോ. 8:15 പിന്നെ പിള്ളേരെ സ്കൂളിലേക്ക് അയക്കണം. അങ്ങനെ തന്നെ കിച്ചണിൽ വന്നപ്പോൾ ബെഡ്ഷീറ്റെല്ലാം നനക്കാനുണ്ടായിരുന്നു കേട്ടോ. അലക്കാനിട്ട് കൊടുക്കലാണ്. അങ്ങനെ ബെഡ്ഷീറ്റെല്ലാം അലക്കാനിട്ട് കൊടുത്തു. പിന്നെ നൂറാനെ എണിപ്പിച്ചു, ബ്രഷാക്കാനാക്കി, കുളിക്കാനാക്കി, അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അതെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ റാസീനും പിന്നെ ബ്രഷാക്കാനും അങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ തുണി അലക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. നൂറ സ്കൂളില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേഗം എണിക്കും കേട്ടോ. സ്കൂളുണ്ടെന്നുണ്ടെങ്കിൽ എണിക്കാൻ ഭയങ്കര മടി. കുറേ സമയം ഉടനെ കളിക്കണം കേട്ടോ. റാസിമോനെ എണിച്ചപ്പാട് പുറത്തേക്ക് പോയി. ഞാൻ അലക്കാനിടുമ്പോൾ ഓന് പുറത്ത് പോയിട്ട് ഇങ്ങനെ കളിക്കും കേട്ടോ. അങ്ങനെ ഓനിക്ക് ബ്രഷാക്കാൻ വേണ്ടിയിട്ട് ബ്രഷെല്ലാം കൊടുത്തു. പിന്നെ നൂറപ്പിന് സ്കൂളിൻ്റെ കൊണ്ട് എവിടെയോ കാണുന്നില്ല, എവിടെയോ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ അതോടെ പൈതിട്ട് പോകുമ്പോഴേക്ക് മമ്മി ചെടിക്ക് വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആടെ നിന്നിട്ട് കളിക്കുന്നുണ്ട് വെള്ളത്തിൽ. നമുക്ക് സ്കൂളുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കളിയാണ് കേട്ടോ. സ്കൂളില്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നേരെ ഉണ്ടാവും. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു മടിയാണ് കേട്ടോ. അങ്ങനെ ഓളെ ഒരു യുദ്ധം കഴിഞ്ഞു കേട്ടോ. ബ്രഷാക്കൽ കഴിഞ്ഞ് അങ്ങനെ ബ്രഷാക്കിയിട്ട് നെയ്പ്പത്തിലുണ്ടായിരുന്നു കേട്ടോ. അത്താഴത്തിന് ചുട്ട നെയ്പ്പത്തിലുണ്ടായിരുന്നു. അതും ചിക്കൻ കറിയും കൊടുത്തു. കഴിക്കൊന്നുമില്ല കേട്ടോ, കഴിക്കാൻ ഭയങ്കര മടി. അങ്ങനെ കുറേ സമയം അങ്ങനെ യുദ്ധം കഴിഞ്ഞു കേട്ടോ. പിന്നെ തിന്നിക്കാൻ വേണ്ടിയിട്ട് രണ്ടാളെ തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പം നോക്ക് ടിഫിനിലേക്ക് വേണ്ടിയിട്ട് 2 നെയ്പ്പത്തിൽ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ചായ എന്നു ചോദിച്ചുകൊണ്ടിരിക്കും. ചായ വെച്ചാൽ കുടിക്കലുമില്ല. അങ്ങനെയാണ് നമ്മളെ കളി കിട്ടുക. അപ്പോൾ ഏതായാലും ഇന്ന് നെയ്പ്പത്തിൽ തിന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ബിസ്ക്കറ്റും ചായയും കൊടുക്കാന്ന് പറഞ്ഞിട്ട് വേഗം ചായ വെക്കലാന്ന്. പിന്നെ ടിഫിനിലേക്ക് 2 നെയ്പ്പത്തിലും ചുട്ടെടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിപ്പിച്ച് പിന്നെ യൂണിഫോമെല്ലാം ഇട്ട് കൊടുത്ത് ഇനി സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മുടിയെല്ലാം വാർന്നു കൊടുക്കലാന്ന് കേട്ടോ. അങ്ങനെ മുടി വാർന്നു കൊടുക്കുമ്പം വലിയ ആൾ കെട്ടും പോലെ ഇങ്ങനെ 2 വാലാക്ക് 2 കൊമ്പാക്ക് മുടഞ്ഞിട്ട് എന്നല്ല പറയും കേട്ടോ. മുടി ആകെ 2 മുടിയേ ഉള്ളൂ, അങ്ങനെ പറയും. അങ്ങനെ മുടി കെട്ടുമ്പോൾ കുറച്ചൊരു യുദ്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് നേരെ ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് അങ്ങനത്തെ ഭാഷയിലൊന്നും ഉണ്ടായിട്ട. അങ്ങനെ മുടിയെല്ലാം കെട്ടി കൊടുത്തു. പിന്നെ അങ്ങനെ സ്കൂളിലേക്കെല്ലാം പോയി കേട്ടോ. സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷം ഞാൻ വേഗം വന്നിട്ട് ഉള്ളെല്ലാം അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉള്ളെല്ലാം വരലാന്ന്. പിന്നെ റാസി എൻ്റെ വേക്കന്നെ ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ ഓളെ വേക്കുണ്ടാവും. ഇപ്പോൾ എൻ്റെ വേക്കന്നെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഉണ്ടാവും കേട്ടോ റാസി. അങ്ങനെ ഉള്ളെല്ലാം അടിച്ച് വരുമ്പോഴത്തേക്ക് മനസ്സ് കുറച്ച പിന്നെ സാധനമെല്ലാം കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാധനമെല്ലാം എടുത്തു വെച്ചു. പിന്നെ ഉരുളക്കിഴങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യാപ്സിക്കം, പിന്നെ കാടമുട്ട, പിന്നെ ചിക്കന്, ബീഫ്, അങ്ങനത്തെ എല്ലാം ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നതാണ് കേട്ടോ. അതെല്ലാം എടുത്തു വെച്ചു. പിന്നത്തെ ബ്രെഡ് കസ്കസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കസ്കസ് ഞാൻ നോമ്പിൻ്റെ സാധനം വാങ്ങുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലൊക്കെ എത്തിയിട്ടാകുമ്പോൾ അത് കാണുന്നില്ല കേട്ടോ. പിന്നെ അടവ് വീണോ പിന്നെ അടവ് വീണ് എന്തോന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഇപ്പം കസ്കസ് വാങ്ങിയതാണ്. നോമ്പിന് കസ്കസ് വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ വേഗം പോയിട്ട് ഉള്ളെല്ലാം അടിച്ചു. ഉള്ളിലങ്ങനെ കാട്ടില്ല കേട്ടോ. കാട്ടില്ല എന്നുണ്ടെങ്കിൽ അടിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. പക്ഷേ അടിക്കുമ്പോൾ കാട്ട കടിയായിട്ടെങ്കിൽ ഉണ്ടാവും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരുപാട് കാട്ടൊന്നുമില്ല. പിന്നെ നോമ്പായതുകൊണ്ടും പിന്നെ സ്കൂളിലെ പിള്ള പോയതുകൊണ്ട് അങ്ങനെ ഇല്ല കേട്ടോ. പിന്നെ അടിക്കുമ്പോൾ പിന്നെ അടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലാത്ത പോലെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ
കുട്ടിയുടെ ഭാഗമെല്ലാം അടിച്ചിട്ട് വാതിലെല്ലാം അടിച്ചു. പിന്നെ ഇത് അതിൻ്റെ ഉള്ളെല്ലാം അടിച്ച് വാരിയിട്ട് അതിന് ശേഷം അത് ആ കിച്ചൻ്റെ പുറം ഭാഗമെല്ലാം അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം പിന്നെ ഓമ്പാൻ വേണ്ടിയിട്ട് വെള്ളം ആക്കി കൊടുക്കലാണ്. കൊട്ടിലെ ഭാഗം പിന്നെ കളത്തിൽ അങ്ങനെ പിന്നെ കാട്ടുണ്ടായില്ല കേട്ടോ. ഇവിടെ പിന്നെ തീ കത്തിക്കുന്നതുകൊണ്ടും അതിൻ്റെ വേറെല്ലാം കൊണ്ടിടുന്നില്ലേ, അപ്പോൾ അതിൻ്റെ കച്ചര ഉണ്ടാവും. പിന്നെ ഇങ്ങനെ പുള്ള കളിക്കുമ്പോൾ അങ്ങനെ ആയിട്ട് കച്ചര ഉണ്ടാവും കേട്ടോ. അപ്പുറം പിന്നെ അങ്ങനെ ഡെയിലി ഒന്നും അടിക്കില്ല, 2 ദിവസത്തേക്ക് അവർക്ക് അങ്ങനെ അടിക്കും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഡെയിലി അടിച്ചാൽ ഇങ്ങനെ കാട്ടുണ്ടാവും. അങ്ങനെ ഇത് കിച്ചൻ്റെ കളം അടിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ അടുക്ക് റാസി കരിയലും അതിൻ്റെ അടുക്ക് എന്തെല്ലോ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു കരിയലും അവനെ നേരെയാക്കലും അങ്ങനെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനെ ഫാസ്റ്റിൽ പോകുന്ന വിചാരിക്കേണ്ട, അങ്ങനെല്ലാം ചെയ്തുകൊണ്ടും പിന്നെ തുണി അലക്കുന്നെല്ലാം നോക്കിക്കൊണ്ടും അങ്ങനെല്ലാം ഉണ്ട്. അതിൻ്റെ അടുക്ക് എന്തെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പിന്നെ കിച്ചൻ്റെ കളം ഭാഗം അടിച്ചിട്ടായിട്ടാ. പിന്നെ ഇതാ കിച്ചൻ്റെ ഈ ഭാഗം സൈഡ് ഭാഗം അടിക്കലാന്ന്. വീഡിയോ അങ്ങനെ കേട്ടോ. ഇങ്ങനെ കാട്ടം അങ്ങനെ കാണുന്നില്ല, അടിക്കുമ്പോൾ നല്ലോണം കാട്ടം ഉണ്ടാവും. അടിച്ചിട്ട് കാണുമ്പോൾ ഒരു പാങ്ങ് വേറെ തന്നെ കേട്ടോ, നോക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ദൂരെ പോലെയാണ് കേട്ടോ. ഒരു അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടായില്ല. പിന്നെ ഞാൻ ഉള്ളിൽ പാത്രമെല്ലാം കവാനുണ്ട്, പിന്നെ ഉള്ളിൽ തുടക്കാനെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ വെയിൽ വന്ന് കടിക്കാൻ വയ്യ, പിന്നെ ഉള്ളിൽ കയറുമ്പോൾ ഒരു ക്ഷീണം പോലെ ആവും, നോമ്പല്ലേ. പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും അടിച്ചിട്ട് പോയ ശേഷം തന്നെ ഉള്ളിലുള്ള പാത്രമെല്ലാം കവാം, പിന്നെ ഉള്ളിലെല്ലാം തുടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ വേഗം മുറ്റമെല്ലാം ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അടിച്ചെടുക്കലാന്ന്. പിന്നെ ഇവിടെ അടിച്ചതിൻ്റെ ശേഷം തുണിയെല്ലാം ആർത്തിടാൻ പറ്റും കേട്ടോ, ഇല്ല ഇങ്ങനെ പൊടി വാറും. തുണിയെല്ലാം പിന്നെ വെയിലത്ത് കൊണ്ടിടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇടാമെന്ന് വിചാരിച്ച്. നോമ്പിന് എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും അല്ലേ, ഫുഡ് ഉണ്ടാക്കണ്ട, ചോറ് ഉണ്ടാക്കണ്ട, കറി ആക്കണ്ട, എല്ലാം വൈകുന്നേരമല്ലേ. രാവിലെ ഇങ്ങനത്തെ പണിയെടുത്താൽ തന്നെ പിന്നെ കഴിഞ്ഞില്ലേ. ഇത് പിന്നെ മറ്റേ സൈഡ് ഭാഗമാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നടത്തിയിട്ട് പോലാന്ന്. അപ്പോൾ പിന്നെ ആ ഭാഗം കുറച്ച് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇന്നലെ മിനിയാന്നെന്തോ അടിച്ചിന്, പക്ഷെ എന്നിട്ടും കാട്ടുണ്ട് കേട്ടോ. റാസി എൻ്റെ ബാക്കനെ നടന്നുകൊണ്ടുണ്ട് കേട്ടോ. ഷഡ്ഡി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഊരിച്ചാടി, എന്തോ ചൊടി വന്നിട്ട് ഫോൺ കൊടുക്കായിട്ടും തോന്നുന്നു. അങ്ങനെ ഷഡ്ഡിയെല്ലാം ഊരിച്ചാടി, എന്നിട്ട് ബാക്ക് തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ബാക്ക് നടന്നുകൊണ്ടും ഉമ്മാനെ വിളിച്ചുകൊണ്ടെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ സൈഡ് അടിച്ചെടുത്തിട്ടോ. അടിച്ചിട്ട് കാണുമ്പോൾ ഒരു പാങ്ങന്നെ കേട്ടോ, നോക്കിക്കൊണ്ട് നിൽക്കാൻ തോന്നും. കാട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ മുറ്റടിക്കാനെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം നേരെ ഞാൻ ഉള്ളിൽ പോയിട്ട് പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പാത്രം കഴുകാനുണ്ട്, പാത്രമെല്ലാം കഴുകി വെക്കലാന്ന്. ഇന്നലെ തേങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അടയുടെ ഓരോരോ തേങ്ങ ഉണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിൽ കയറി പിന്നെ പാത്രം കഴുകി എടുക്കലാന്ന്. മുറ്റടിച്ചിട്ടാകുമ്പോൾ ഒരു ഭയങ്കര ഒരു സമാധാനം കേട്ടോ. പിന്നെ അങ്ങനെ മുറ്റത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, തുണി വെയിലത്തിടാൻ മാത്രം പോയാൽ മതി. പിന്നെ കുറച്ച് വെയിൽ വന്നെങ്കിൽ നോമ്പിൻ്റെ സമയത്ത് പുറത്ത് ചെയ്യാനും കഴിയുന്നില്ല കേട്ടോ. പിന്നെ തലവേദന എടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ട് ഓടുന്നത് വിചാരിക്കേണ്ട കേട്ടോ. അത് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടല്ലോ, അത് പിന്നെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. അതിപ്പോൾ ബക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് പാത്രങ്ങൾ കഴുകിയതിന് ശേഷം വെയിലത്ത് കൊണ്ട് വിരിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട്. ഇതാ റാസി അങ്ങോട്ടേ നടന്നുകൊണ്ടെല്ലാം ഉണ്ട്. അങ്ങനെ തുണിയെല്ലാം വെയിലത്തിട്ടതിന് ശേഷം ഞാൻ അത് വേഗം വന്നിട്ട് ഉള്ളെല്ലാം തുടച്ചെടുക്കലാണ്.
പോരൻ്റെ ഉള്ളും തന്നെ കേട്ടോ. ഇന്ന് തുടക്കണ്ട, നാളെ തുടക്കുക, ഇന്ന് സാരമില്ല എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷെ തുടച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനമേ ഇല്ല. പിന്നെ നോക്കുമ്പോൾ എന്തോ പോലെ കേട്ടോ. പിന്നെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം റാഹത്തായ പോലെ കേട്ടോ. അങ്ങനെ ഇന്ന് തുടക്കണ്ട, നാളെ തുടക്കുക, ഇന്ന് കഴിയുന്നില്ല, ഇന്ന് കുഞ്ഞി പിന്നെ അലമ്പാക്കുന്നു അങ്ങനെ വിചാരിക്കും. പക്ഷേ തുടച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അടിച്ച് കഴിഞ്ഞില്ലേ പിന്നെ സാരമില്ല, പിന്നെ തുടക്കാനേ ഉള്ളൂ എന്ന് വിചാരിച്ച് തുടക്കും കേട്ടോ. പിന്നെ തുടച്ചിട്ടാകുമ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ കുളിക്കലും കാര്യമെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് പിന്നെ നമ്മളതായ കാര്യത്തിലൊക്കെ പോയിട്ട് അതിന് ശേഷം പിന്നെ ഒരു 4:30 മണിയാകുമ്പോൾ കിച്ചണിൽ വന്നിട്ടുണ്ട്. വന്നപ്പാടെ ഫസ്റ്റ് തന്നെ ചിക്കനെല്ലാം ഉണ്ടായിട്ട് അതെല്ലാം പുഴുങ്ങി വെച്ചു. പിന്നെ ഉള്ളിയെല്ലാം മുറിച്ച് വെച്ചിട്ട് പിന്നെ കാടമുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത് ചീസ് റോൾ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കിളിക്കൂട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ള പിന്നെ ഉള്ളിയെല്ലാം വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ഞാനിതാ പിന്നെ തക്കാളിയും പച്ചമുളകും മുറിച്ചെടുക്കുന്നുണ്ട്. കാടമുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലക്കുള്ള ചിക്കനെല്ലാം വേവിച്ചിട്ട് പിന്നെ മിക്സിയിൽ ക്രഷ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളിയെല്ലാം പിന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കാടമുട്ട വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ മസാലയ്ക്ക് അതിന് ഉരുളക്കിഴങ്ങെല്ലാം തൊലി കളഞ്ഞെടുക്കലാണ്. എന്നിട്ട് മുറിച്ചെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ മസാലക്കുള്ള ഉള്ളിയെല്ലാം മിക്സ് ചെയ്തെടുത്തുകൊണ്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങെല്ലാം പിന്നെ കുക്കറിലിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ സവാള എല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ മമ്മി കുരുമുളക് പൊടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തടുപ്പിൽ കുരുമുളകെല്ലാം വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മസാല ഉണ്ടാക്കുന്നതിലേക്ക് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകപ്പൊടിയും പിന്നെ ക്രഷ് ചെയ്ത് ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മസാല റെഡി ആയിട്ട് അത് ഇറക്കി വെച്ചു. ഇന്ന് കറിയായിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ പരിപ്പ് കറിയും ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ചിക്കൻ ഫ്രൈക്കുള്ള മസാല പരട്ടി വെക്കലാണ്. ഇന്ന് പത്തലാണ് കേട്ടോ ചുടുന്നത്. പത്തൽ തൂങ്ങുന്ന സമയമാകുമ്പോൾ ചുടലാണ് കേട്ടോ. ആ സമയം അപ്പം തന്നെ പിന്നെ ചിക്കൻ ഫ്രൈ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. മസാല പരട്ടി വെച്ചാൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ചിക്കനിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി, പിന്നെ കുറച്ച് വിനീഗർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കോൺഫ്ലോർ പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കലാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ ഫ്രൈക്കുള്ള മസാല പരട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി പരിപ്പ് കറി റെഡിയാക്കി എടുക്കലാണ് കേട്ടോ. പരിപ്പ് കറി എന്നല്ല, ഒരു കുറച്ച് സാമ്പാർ പൊടിയെല്ലാം ഇട്ടിട്ട് പിന്നെ പച്ചമുളക്, തക്കാളി, സവാള, ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ചേരങ്ങ അങ്ങനെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് കേട്ടോ. പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇട്ടിടുക കേട്ടോ. പിന്നെ സാമ്പാറല്ല, പരിപ്പ് കറിയല്ല, അങ്ങനത്തെ ഒന്നും നല്ല രസമുണ്ട് കേട്ടോ. ഇതും ചിക്കൻ ഫ്രൈ എല്ലാം ഇട്ട് കൂട്ടി കഴിക്കുമ്പോൾ അങ്ങനെ അതിൽ റെഡിയാക്കിയിട്ട് കുക്കറിലാക്കിയിട്ട് വേവിച്ചെടുക്കലാണ്. ഇനി നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങെല്ലാം ഉടച്ചെടുക്കലാണ് കേട്ടോ. അങ്ങനെ എല്ലാം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ മസാല എല്ലാം ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കലാണ്. ഇനി ബ്രെഡിൻ്റെ കംസ് വേണം കേട്ടോ. ബ്രെഡ് പൊടി അങ്ങനെ അതെല്ലാം പൊടിച്ചെടുക്കലാണ്. ഇത് കട്ട്ലറ്റിനെല്ലാം മസാല ഉണ്ടാക്കില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ. ഇത് കട്ട്ലറ്റിന് ഇങ്ങനെ വട്ടത്ത് ഉരുട്ടിയെടുക്കലാണ്. അതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നടുവിലൊരു കുഴി ഉണ്ടാക്കണം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കിളിക്കുഴി ഉണ്ടാക്കൽ. ഇങ്ങനെ ഉണ്ടാക്കലുണ്ട്. പിന്നെ ഉള്ളിൽ മുട്ട വെച്ചിട്ട് ഇങ്ങനെ പുറമക്ക് പിന്നെ ഫുള്ളും ഈ മസാല കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കലും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കലുണ്ട്. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നടുവിലൊരു കുഴി ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം.
നമുക്ക് എത്രയാണോ ആവശ്യം അത്ര ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ആൾക്ക് എല്ലാവർക്കും ഓരോന്നേ ഉണ്ടാക്കുന്നുള്ളൂ, അത്ര കഴിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ നോമ്പ് തുറന്നിട്ടാകുമ്പം. അതന്നെ റാസി നൂറാവ് തിന്നല്ല കേട്ടോ അവർക്ക്. പിന്നെ ആക്കിയില്ലെങ്കിൽ അവർ ചോദിക്കും, ഉണ്ടാക്കിയില്ലെങ്കിൽ അപ്പോൾ പിന്നെ അവർക്ക് മേടിച്ച് ഉണ്ടാക്കട്ടെ. അപ്പോൾ അത് വേറെ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കഴിക്കില്ല, കഴിക്കില്ല, അങ്ങനെയാണ്. അങ്ങനെയെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം അതേ മസാലയിൽ തന്നെ ഞാൻ ചീസ് റോൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു ഉരുളെടുക്കുക. അതിനുശേഷം നല്ലപോലെ കയ്യിൽ വെച്ചിട്ട് പരത്താം. എന്നിട്ട് ഉള്ളിൽ ഇതാ ഫില്ലിംഗ് ആയിട്ട് ഇതാ ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഉന്നക്കായിനെ നമ്മൾ ഷേപ്പാക്കി എടുക്കുന്നില്ല, അതുപോലെ ഇങ്ങനെ ആക്കി എടുക്കലാണ്. ഉന്നക്കായ്ക്കെല്ലാം ഷേപ്പാക്കുന്നില്ല, അതുപോലെയാണ് കേട്ടോ. എല്ലാം ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കുക കേട്ടോ. ഒരു ഉരുള മസാല എടുക്കാം. എന്നിട്ട് കൈൻ്റെ ഇങ്ങനെ വെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ഉന്നക്കായലാകുമ്പോൾ പരത്തുന്നില്ല, അതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ നടുവിൽ ചീസ് വെക്കാം. ഫില്ലിങ്ങിന് പകരം ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഉരുട്ടിയെടുക്കുക കേട്ടോ. അങ്ങനെ ചീസ് റോളും റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇതുപോലെ അങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. ഇനി ചിക്കൻ കബാബ് റെഡിയാക്കി എടുക്കലാണ്. എന്നിട്ട് ഇതുപോലെ സ്മോൾ സ്റ്റിക്ക് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ സവാള ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കാം. ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം, പിന്നെ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. പിന്നെ എല്ലാം ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ ചിക്കൻ കബാബും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അതിന് രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അതിനുശേഷമാണ് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഈ ക്ലിക്കൂഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലിക്കൂഡിൻ്റെ ഇത് കാണാൻ ക്ലിക്കൂഡ് പോലെ ആണല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള പിന്നെ കുനാഫ സ്പെഷ്യൽ വെർമസലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതന്നെ ആണെന്നില്ല, സേമിയ ഉണ്ടാകുന്നില്ല, നമ്മൾ സേമിയയിൽ ഉണ്ടാക്കുന്ന നൈസ് സേമിയയില്ല, അതുണ്ടായാലും മതി കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെ മുട്ട വേണം കേട്ടോ. മുട്ട നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ കുനാഫാല ഇതേപോലെ അതാണ് പൊടിച്ചെടുത്തിട്ടുണ്ട്, കുനാഫാഡോ. അതിന് ശേഷം മുട്ടൻ്റെ മിക്സിയിലേക്ക് ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുനാഫാഡോയിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെയെല്ലാം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതാ ക്ലിക്കൂഡിൻ്റെ ഷേപ്പെല്ലാം ആക്കി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതെല്ലാം എണ്ണയിട്ടൊന്ന് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ. ഇനി ചീസ് റോള് രണ്ടാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. ഇതാ മുട്ടയിലേക്കൊന്ന് ടിപ്പ് ചെയ്തു. അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ബ്രെഡിൻ്റെ പുള്ളിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കലാണ്. എല്ലാം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കലാണ്. അങ്ങനെ ഇതാ ചീസ് റോളിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. പിന്നെ ഇതാ ചിക്കൻ കബാബിലേക്കുള്ളതാണ് കേട്ടോ. അതും അങ്ങനെയാണ് കേട്ടോ. മുട്ടയിലേക്കൊന്ന് ടിപ്പ് ചെയ്യാം, അതിൻ്റെ ബ്രെഡ് ക്രംസിലേക്കൊന്ന് കോട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. നല്ല രസമുണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് ഉണ്ടാക്കാത്തതുകൊണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ചിക്കൻ കബാബ് കഴിക്കാനായിട്ട്. അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ വീഡിയോ ചെയ്യാം.
അതിനുശേഷം ഇത് ഓരോന്ന് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ. ഇതാ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഓരോന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ കിളിക്കൂടെല്ലാം ഫ്രൈ ചെയ്തെടുത്തുട്ടാ. അതിന് ശേഷം ചീസ് റോളെല്ലാം ഫ്രൈ ചെയ്തെടുക്കലാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ലോണം സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. അതിന്ന് പിള്ളേർക്ക് സ്കൂളില്ല, അതുകൊണ്ട് അവർ കളിക്കുന്നതാണ് കേട്ടോ. അവർ അത് ആ ഒച്ചയാണ് കേട്ടോ കേൾക്കുന്നത്. മുണ്ടണ്ടെന്ന് പറയുമ്പോൾ ഏറെ മുണ്ടിക്കൊണ്ടേ കേൾക്കുന്നത്. അങ്ങനെ ഇതാ ചീസ് റോളെല്ലാം ഓരോന്നേ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചീസ് റോളെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ചിക്കൻ കബാബെല്ലാം ഫ്രൈ ചെയ്തെടുക്കലാണ്. അങ്ങനെ ഇതാ കിളിക്കൂടെല്ലാം സെറ്റായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിക്കൻ കബാബോടെ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് തന്നെ ഇതെല്ലാം പിന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ കബാബും തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസെല്ലാം ഓരോന്നേ ആക്കുന്നുണ്ട് കേട്ടോ. അതാ മമ്മി ഇതാ ചെറുനാരങ്ങ സർബത്താക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മമ്മി ഓറഞ്ചെല്ലാം തൊലി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ഓറഞ്ച് ജ്യൂസെല്ലാം ആക്കി എടുക്കലാണ് ഞാൻ. അങ്ങനെ ഇതാ ഓറഞ്ച് ജ്യൂസ് ആക്കിയിട്ട് ഇതാ ടേബിളിന്മേൽ കൊണ്ടുവച്ചോട്ടെ. അങ്ങനെ ഓരോന്നേ ആക്കുന്ന ആൾക്ക് ടേബിളിന്മേൽ കൊണ്ടുവെക്കലാണ്. അങ്ങനെ ഇതാ ഗ്ലാസും സ്നാക്ക് ഇടുന്ന പ്ലേറ്റെല്ലാം കയറ്റി ഇതാ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എന്താ അങ്ങനെ ഇതാ കബാബ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കാൻ കുറച്ച് സമയം ബാക്കിയുള്ളൂ കേട്ടോ. ഇനി മൻസൂർ വന്നിട്ട് ഷേക്ക് ആക്കും. ബാക്കിയുള്ള ഇതാ ടേബിളിന്മേൽ കൊണ്ടുവെക്കലാന്ന് കേട്ടോ. ഫ്രൂട്ട്സ് കൊണ്ടുവെക്കാനുണ്ട്. പിന്നെ എപ്പോഴേക്കും ഞാനല്ലതാ ഓരോരോ പ്ലേറ്റിലാക്കി വെക്കലാന്ന് കേട്ടോ. ഇങ്ങനെ ഓരോരോ പ്ലേറ്റിലാക്കുമ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കൈ നീട്ടേണ്ടുന്ന ആവശ്യമില്ലല്ലോ. നമുക്ക് ഇങ്ങനെ നമ്മുടെ പ്ലേറ്റിലുള്ള എടുത്തുന്നാൽ മതിയല്ലോ. അങ്ങനെയാന്ന് കേട്ടോ. അങ്ങനെ ഓരോന്നേ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കാണുമ്പോൾ നമുക്ക് കഴിക്കാനും കഴിയില്ല, പിന്നെ ടേസ്റ്റും ഉണ്ടായില്ല, എന്തും ഉണ്ടായില്ല കേട്ടോ. ഇങ്ങനെ ഓരോന്നാകുമ്പോൾ നല്ല കഴിക്കാനും കഴിയും. നല്ലൊരു പാങ്ങനെയാണ് കേട്ടോ. പിള്ളേരാകുമ്പോൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്കാകുമ്പോൾ ഇങ്ങനെല്ലാം കഴിക്കുമ്പോൾ കൊടുക്കുമ്പോൾ നല്ല സെറ്റാക്കി വെച്ചു. ഇതാ മൻസൂർത്ത ഇന്ന് മാംഗോ ഷേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മൻസൂർത്ത മാംഗോ ഷേക്കെല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനാണ്. അൽഹംദുലില്ലാ ബാങ്ക് കൊടുത്തു. അങ്ങനെ എല്ലാവരും നോമ്പെല്ലാം മുറിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.